ഹായ് പ്ലാൻ ലവേഴ്സ്. അപ്പൊ നമുക്കിന്ന് പ്ലാന്റ് വെക്കാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോ ഗ്ലാസ് പരിചയപ്പെടാം. കണ്ടില്ലേ, ഈ ഇരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോ ഗ്ലാസ് ആണ്. നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ്സ് കട്ടിങ്ങുകൾ ഇട്ട് വെക്കാം. നമ്മുടെ കിച്ചണിലും നമ്മുടെ പാർട്ടീഷൻ ഏരിയയിലും കിച്ചന്റെ വിൻഡോ സൈഡിലും ഒക്കെ നമ്മുടെ സ്റ്റഡി ടേബിളിന്റെ ഫ്രണ്ടിലും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോ പീസ് ആണ് ഇത്. ഷോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് നിറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം പറ്റുന്ന സമയത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റഡി ടേബിളിന്റെ വിൻഡോ സൈഡിലൊക്കെ കുറച്ചൊരു 4-5 ഒക്കെ വെക്കുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഭംഗി. ഒരെണ്ണം മാത്രം അടിക്കുമ്പോൾ അത്ര ഭംഗി കാണത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഇതിനകത്തിരുന്ന് അത്യാവശ്യം റൂട്ടിലൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു 2 ബേർഡ് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര ചീപ്പ് റേറ്റിലുള്ളൊരു ഷോ പീസാണ്. അപ്പം ഇത് നമുക്ക് നാച്ചുറൽ അല്ലാതെ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെക്കാനും ഫ്ലവേഴ്സ് വെക്കാനും പറ്റും. പക്ഷേ കൂടുതലും നമുക്ക് നാച്ചുറൽ പ്ലാന്റ് ഇതുപോലെ വെക്കുമ്പോഴായിരിക്കും അത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹവാത്തിയ വെറൈറ്റി അല്ലെങ്കിൽ ഒരു സെക്കുലന്റ് ഫാമിലിയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. സീബ്ര, ഹവാത്തിയ സീബ്ര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. അതും ഇപ്പം നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടി പരിചയപ്പെടാം. ഇത് സമ്മർ ഗ്ലോറിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിന് അത്യാവശ്യം റീച്ച് കിട്ടി. അതിന്റെ മദർ പ്ലാന്റുകളാണിത്. അപ്പോൾ ഇതിന്റെ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, എക്സോട്ടിക് വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ പരിചയപ്പെടാം. ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇതൊരു ഗ്ലോറിയസം സീബ്ര എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ലീഫിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരും. നമുക്ക് പെട്ടെന്ന് പരിചയപ്പെട്ടു പോകാം. ഇത് മെക്കലി ഫിനാലെ എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇതിന്റെ പ്രത്യേകത ഒരു പ്ലാന്റിനകത്ത് 3 കളറിലെ ലീഫ് നിൽക്കും. ലൈറ്റ് യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ട്രൈ കളർ പോലെ നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ക്രിസ്റ്റാലിനം നാരോഫോം ആണ്. നല്ലൊരു എക്സോട്ടിക് വെറൈറ്റിയാണ്. വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ഓറഞ്ച് മെർമലൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഈ മെക്കലൈസ് ഫിനാലയും ഓറഞ്ച് മെർമലൈഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാഴ്ചയിലാണെങ്കിലും ലുക്കിലാണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ വരുന്ന ഒരു അടിപൊളി എക്സോട്ടിക് വെറൈറ്റി ആയിട്ടുള്ള SP കൊളംബിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലുള്ള സിറ്റ് ഔട്ട്, കാർ പോർച്ച്, കോർട്ട്യാർഡ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ് ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാ പ്ലാന്റുകളും. പിന്നെ വരുന്നത് മെലാനോക്രൈസും ആണ്. ഇതൊരു ക്യൂനുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. ഒരു മെച്ചർ ലീഫിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആന്തൂറിയം ക്യൂൻ, വയർ ക്യൂനുമായിട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലെ പ്ലാന്റ് ആയിരിക്കും ഞങ്ങൾ കൊടുക്കുക. ഇതൊരു ക്ലൈംബർ ആണ് കേട്ടോ, മെലാനോക്രൈസം. പിന്നെ മെക്കലെ ഫിനാലയുടെ ഒരു മദർ പ്ലാന്റ് ആണിത്. പിന്നെ വരുന്നത് മറ്റൊരു SP കൊളംബിയ ആണ്. പിന്നെ ആരെങ്കിലും ഹൗസ് വാമിംഗ് റെഡി ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്ലാന്റ് നിങ്ങൾ ഫ്രണ്ട് എൻട്രൻസിലൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോൺസ്റ്റർ IP പ്രീമിയം പിന്നാറ്റം ആൽബം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.